ഇറ്റ്സ് ഓക്കെ. സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, തന്റെ ചേച്ചിയുടെ നമ്പർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് തന്നെ പിക്കപ്പ് ചെയ്യായിരുന്നല്ലോ. അത് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായെന്നൊക്കെ റോഡിൽ നിന്നൊക്കെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട് സാർ. അങ്ങനെ എങ്ങാണ് സംഭവിച്ച താലി കെട്ടിയവനെ കൊന്നിട്ടാണേലും എന്റെ പക ഞാൻ തീർത്തോളാം. സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞ ശ്രീകരേട്ടനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ശ്രീകരേട്ടന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവന്റെ കാര്യം പതിയെ നോക്കാം. താൻ എന്തായി ആലോചിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. ഞാൻ വിചാരിച്ചു താൻ കുറെ നേരം ചേച്ചിയുടെ ഒപ്പം ഇരിക്കുമെന്ന്. എന്താ പെട്ടെന്ന് ഇറങ്ങിയേ? അളിയനെ കുറിച്ച് ഓർത്ത് പേടിച്ച് ചേച്ചിനെ പെട്ടെന്ന് പറഞ്ഞയച്ചതാ. നീ പോയപ്പോ അവിടെ അയാളില്ലായിരുന്നോ? ഇല്ല. അയാളെ നീ പേടിക്കില്ല, ഞാൻ നേരിട്ടോളം നോക്കില്ലേ പറഞ്ഞേ. അതിന്റെ കറക്റ്റ് സമയമാകുമ്പോ എല്ലാം നടന്നോളൂ. അത് പോട്ടെ, ചേച്ചി ഹാപ്പി അല്ലേ? ഒരുപാട് ഹാപ്പിയാ. ഇനിയും നമ്മൾ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ മാത്രം ചേച്ചി കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ ചേച്ചിയെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് കല്യാണം കഴിയുന്നവരെ അച്ഛനും അമ്മയും അവരുടെ ധൈര്യം. കല്യാണം കഴിഞ്ഞ ഭർത്താവാണ് ധൈര്യം എന്ന് പറയും. അത് പറഞ്ഞത് ആരാണെങ്കിലും അത് സത്യം. എന്റെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോ ചേച്ചി എന്നെ ഒരു മോളെ പോലെ കണ്ട് എന്നെ നന്നായി നോക്കി വളർത്തി. പക്ഷെ എല്ലാ ദിവസവും എന്തോ ഒരു ഭയം വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പേടിയില്ല. അതിന്റെ കാരണം അത് നിങ്ങളാ. നിങ്ങൾ വന്നതിന് ശേഷം എനിക്ക് ധൈര്യം വന്നത്. ഇത് സത്യം. നിങ്ങൾ എന്റെ ജീവിതം മുഴുവൻ ഇണയായും തുണയായും കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് ഇനി എനിക്ക് ഒരു പേടിയില്ലാതെ ധൈര്യത്തോടെ ഞാൻ ജീവിക്കും. ഏട്ടാ, നിങ്ങൾ എന്നെ ഒരിക്കലും കൈവിടില്ലല്ലോ അല്ലേ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം തന്നെ കൈവിടില്ല. ഇത്രയും നല്ല മനസ്സുള്ള, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ കൈവിടാ? ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അത് നടക്കാനേ പോകുന്നില്ല. വർഷങ്ങൾ കടന്നു പോകുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കൂടി വരുന്നു. പരിഹാരം കാണുന്നതിനായുള്ള മരുമകളെ മാത്രം ഈ ലോകം മൊത്തം തിരിഞ്ഞിട്ടും കണ്ടതേയില്ല. എന്റെ മക്കള് എന്റെ ആഗ്രഹങ്ങളെ പരിഹസിക്കുകയാണ്. എന്റെ വിശ്വാസങ്ങളെ ബലഹീനമാക്കും വിധത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്. എന്നാലും ശരി, എന്റെ തീരുമാനങ്ങളിൽ നിന്നും ഞാൻ വ്യതിചലിക്കില്ലമ്മേ. എന്റെ ജാതകത്തിൽ പിറന്ന മരുമകള് എന്റെ മകന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നൊരു തോന്നൽ ഇല്ലാതാവുന്നില്ല. സ്വാർത്ഥതയില്ലാതെ ഞാൻ എനിക്കാവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ ആശീർവാദമില്ലാതെ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം അമ്മേ. ആ പെൺകുട്ടി എവിടെയാണേലും എത്രയും പെട്ടെന്ന് കാണിച്ചു തരണേ അമ്മേ. ദുരാശ കൊണ്ടും കള്ളജാതകങ്ങൾ കൊണ്ടും ഈ വീട്ടിലേക്ക് മരുമകളായി വരണമെന്ന് ആഗ്രഹിച്ചാരും വഞ്ചന കാണിക്കരുതെന്ന് അമ്മയോട് അപേക്ഷിക്കുകയാണ് ഞാൻ. ഞാനെന്തിനാ ചിരിക്കുന്നേ? എന്നോടും കൂടെ പറഞ്ഞ എനിക്കും ചിരിക്കാലോ. ജാതകം കേട്ടാ ആ ഭാഗത്തേക്ക് ഞാൻ പോവാത്തത്. അങ്ങനെയുള്ള എന്റെ ജാതകത്തെ, എത്ര വലിയൊരു അത്ഭുതത്തെ
ആ ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ഓരോ നിമിഷവും ഇതൊക്കെ ഒരു സ്വപ്നമാണോ എന്ന് തോന്നിപ്പോവും. വരുന്ന വർഷം തന്നെ നിന്റെ ഉത്സവത്തിന്റെ അന്ന് എന്റെ മകനും എന്റെ മരുമകളും അമ്മയുടെ അടുത്തേക്ക് എത്തണം, നേർച്ചകളും നടത്തണം. അങ്ങനെയല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. എന്റെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയതാ. എന്റെ ജീവൻ നിലയ്ക്ക് മുൻപ് എന്റെ മുൻപിൽ അമ്മയ്ക്ക് ദീപം തെളിയിക്കേണ്ട മരുമകളെ എനിക്ക് കാട്ടിത്തരണം. മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? അതെ ചേട്ടാ, എന്റെ ഒരേ പ്രാർത്ഥന അത് മാത്രമല്ലേ. അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഒന്നും നടക്കില്ല. അമ്മ നിശ്ചയിച്ച ദിവസം വേറെ ഏതെങ്കിലും ആകും. അനാവശ്യമായി നമ്മൾ തിരക്ക് കൂട്ടുന്ന എന്തിനാ? എന്നെ സമാധാനിപ്പിക്കാനും എനിക്ക് ധൈര്യം പകരാനും നിങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും ഇപ്പൊ തന്നെ എത്രമാത്രം വൈകിയിട്ടുണ്ടെന്ന് ചേട്ടൻ അറിയില്ലേ? അമ്മയ്ക്കെന്താ ഇനിയും നമ്മളോട് ഒരല്പം പോലും ദയ തോന്നാത്തതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഒരുപാട് ആലോചിച്ച് ഇനിയും അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഇന്ന് നമ്മള് ആനന്ദറാവിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചല്ലേ, മറന്നുപോയോ? ഇറങ്ങിയാലോ? താമസിപ്പിക്കണ്ടേട്ടാ. ശരി, വാ. അമ്മേ, നിങ്ങളുടെ അതേ ജാതകമുള്ള പെൺകുട്ടി വരാൻ വേണ്ടി നിങ്ങൾ ദിവസവും പൂജ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി വരരുതെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങളുടെ മകന്റെ ജീവിതത്തിലേക്കും ഈ കുടുംബത്തിലേക്കും അങ്ങനെ ഒരു പെൺകുട്ടി വരാൻ പോകുന്നില്ല. ഇതേ കോഫി കുടിച്ചോളൂ. എന്റെ കൈ ഇപ്പൊ ഫ്രീ അല്ലല്ലോ. കയ്യിൽ എന്താ ഉള്ളത്? ഞാൻ പറയാന്നേ. അപ്പൊ കോഫി എങ്ങനെ കുടിക്കും? അവിടെ വെക്ക്. തണുത്തു പോയില്ല ചേട്ടാ. അങ്ങനെയാണെങ്കിൽ എന്റെ കെട്ടിയോൾക്ക് ഇതൊന്ന് കുടിപ്പിച്ചു തന്നൂടെ? ആവട്ടെ കെട്ടിയോനെ. ഷുഗർ ഇട്ടിട്ടില്ലേ? ഇട്ടിരുന്നല്ലോ. താ മറന്നുപോയിട്ടുണ്ടാവും. അതെയോ? ഇതിലുണ്ടല്ലോ. ഉണ്ടോ അതില്? ആ ചേട്ടാ, ഇത് നോക്കി. ഷുഗർ ഇട്ടിട്ടില്ല ഞാൻ. നീ കുടിച്ചപ്പോഴാ കിട്ടിയത്. മധുരമുള്ള നിന്റെ അതരങ്ങൾ പതിഞ്ഞപ്പോ ഈ ചായയും മധുരമായി. എന്നെ കളിയാക്കിയതൊക്കെ മതി, ഇനിയൊന്നും പറയണ്ട. ഈ കോഫി എവിടെ വെച്ചേ? ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് തരാം. ഓൾറെഡി ഒരു ഗോൾഡ് ചെയിൻ ഗിഫ്റ്റ് തന്നതല്ലേ, ഇനി ഇതെന്താ?
ഇതിപ്പോ എന്തിനായിട്ടാ? തന്റെ ഫോൺ നഷ്ടപ്പെട്ടല്ലേ? ഇത് എത്രയായി? അതൊക്കെ താൻ എന്തിനാ അറിയുന്നേ? ഒരു 10,000-2,000 രൂപയുടെ ഫോണൊക്കെ വാങ്ങിയ പോരായിരുന്നോ? ഇത് കാണുമ്പോ തന്നെ അറിയാം ഒരുപാടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൊണ്ടുവരുന്നതൊക്കെ നിനക്ക് ഇഷ്ടമായാ മതി. വിലയുടെ കാര്യമൊന്നും താൻ മൈൻഡ് ചെയ്യണ്ട. പിടിക്ക്. താങ്ക്സ് ഏട്ടാ. താങ്ക്സ് ഒന്നും പറയാനായിട്ട് ഞാൻ സ്ട്രേഞ്ചർ ഒന്നും അല്ലല്ലോ. സിം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും തനിക്ക് എന്നെ വിളിക്കാൻ പറ്റും. ഈ ഫോണിൽ നിന്നും ആദ്യം ഒരാളെ കോൾ ചെയ്ത് സംസാരിക്കണമെന്നുണ്ട്. തന്റെ ചേച്ചിയാണോ? അല്ല, തന്റെ കെട്ടിയോനോടാണോ? എനിക്കറിയാം, ഏതൊരു ഭാര്യയും ഇങ്ങനെയല്ലേ ചിന്തിക്കുക. നിങ്ങളെയും അല്ല. എന്നെയും അല്ലേ? പിന്നെ ആരെയാ? നിങ്ങളുടെ അമ്മയോട്. വാട്ട്? അതെ ഏട്ടാ, ഫസ്റ്റ് കോൾ നിങ്ങളുടെ അമ്മയെ തന്നെ എനിക്ക് വിളിക്കണമെന്നുണ്ട്. നമ്പർ ഒന്ന് പറയൂ. അമ്മയോട് സംസാരിക്കുന്ന എന്തിനാ? അവനി, നീ ഇപ്പൊ പറഞ്ഞ എന്താന്ന് എനിക്കറിയോ? പ്ലീസ് ഏട്ടാ, ഒന്നും പറയട്ടാ. നോ നോ അവനി, താൻ എന്നെ കളിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കളിപ്പിക്കാൻ പറഞ്ഞൊന്നും അല്ല ഏട്ടാ, സീരിയസ് ആയിട്ട് തന്നെ ചോദിക്കാ. നോ വേ. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം. അവനി വേണ്ട. അവനി 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 ഫോൺ വാങ്ങിക്കില്ല എന്ന് എന്നെ തൊട്ട് സത്യം ചെയ്. ഇത്ര അർജന്റ് ആയിട്ട് നിനക്ക് അമ്മയോട് എന്താ പറയാനല്ലേ? നിങ്ങളിപ്പോ എന്റെ കൂടെയുണ്ട്. ചേച്ചിയോട് ഞാൻ സംസാരിച്ചിട്ട് വന്നു. ഇനിയിപ്പോ എന്റെ വിഷമം മുഴുവൻ നിങ്ങളുടെ അമ്മയൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നോർത്താ. അമ്മയുടെ ശബ്ദം ഒരു വട്ടം ഒന്ന് കേട്ടാ എന്റെ ആ വിഷമവും ഇല്ലാതെയാവും. അവനി വേണ്ട. അവനി കിട്ടിയല്ലോ. അവനി ഞാൻ പറയുന്നു താൻ കേക്ക് പ്ലീസ്. റിങ് ചെയ്യുന്നുണ്ട്. നിന്നെ പറ്റി അമ്മ എങ്ങാനും അറിഞ്ഞ അത് വലിയ പ്രശ്നമാവും. നോ പ്രോബ്ലം. ഹലോ, വേണ്ടപ്പെട്ട ആളോ? അതേന്നേ, ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. ഗൈഡാണോ? അതെ അമ്മേ. ഞങ്ങളുടെ ഡേറ്റയില് നിങ്ങളുടെ നമ്പർ കണ്ട് വിളിച്ചതാ. നിങ്ങളെക്കുറിച്ചും സാറിനെ കുറിച്ചും ഒരുപാട് കേട്ടു. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനായി ഇനി ഒരുപാട് നല്ല ദിവസങ്ങളുണ്ട്. അങ്ങനത്തെ പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങൾക്ക് എങ്ങനത്തെ ഫെസിലിറ്റീസ് വേണമെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. നിലവിൽ അങ്ങനെയുള്ള പ്ലാനുകളൊന്നുമില്ല മോളെ. എന്റെ ചെറിയ മോന്റെ വിവാഹത്തിന് ശേഷം പോയി സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങള് ഒരുപാടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങുമ്പോ തീർച്ചയായിട്ടും ഞാൻ തന്നെ മോളെ വിളിച്ചോളാം. എന്നാ ശരി മോളെ. ആവട്ടമ്മേ. ആയിക്കോട്ടെ. ശരി.
ടൂറിസ്റ്റ് ഗൈഡ് ആണത്രേ. ഓ ശരി. ആ ആനന്ദറാവിനെ വിളിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പോയാലോ? ഇറങ്ങാം. വാ. നിങ്ങളെ വെറുതെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ചതിന് ഐ എം വെരി സോറി ചേട്ടാ. താൻ ഒന്നും പറയണ്ട. അമ്മയുടെ ആ ശബ്ദത്തില് ഒരു ദൈവികതയുണ്ട്. അമ്മയെ കാണുന്നവരൊക്കെ ദേവിയെ പോലെ ഉണ്ടെന്നാ പറയാറ്. അമ്മയൊന്ന് കാണാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്നുണ്ടാവണേന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ശരി, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. ഓക്കേ. തന്നെ മരുമകളായിട്ട് പരിചയപ്പെടുത്താനുള്ള അവസരം എനിക്ക് എപ്പോഴാ കിട്ടുകയാവോ? വരൂ. ചെന്നേക്കാം. ശരി. അകത്തേക്ക് വരട്ടെ. വരൂ വരൂ. പ്രസാദ് റാവു സാറേ, നിങ്ങൾക്ക് അകത്തേക്ക് ഒരു അനുവാദം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? എല്ലാവർക്കും സുഖാണോ? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. എല്ലാം ദൈവത്തിന്റെ കാരുണ്യം. വരൂ വരൂ, അകത്തേക്ക് വരൂ. വരൂ. വാ ഇരുന്നാട്ടെ. ഞങ്ങളുടെ ഉപഹാരം മകൾക്ക് മറക്കാതെ തന്നെ കൊടുത്തേക്കണം. സുജേ, കോഫി കൊണ്ടുപോവാ മോളെ. മകളുടെ കല്യാണത്തിന് വരാനായില്ല. ദയവ് ഇതൊന്നും വിചാരിക്കരുത്. നിങ്ങൾ വരാത്തൊരു കുറവൊഴിച്ചാ ബാക്കി എല്ലാ കാര്യങ്ങളും